സ്വന്തമായി വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. അപ്പോൾ അതെടുക്കാൻ നേരത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ വീട് എടുക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസും പിന്നെ ഒരു ട്രസ്റ്റും നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു വീട് എടുക്കാനായിട്ട് നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോടടുത്ത് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. ഇവിടെ താമസിക്കുന്നവർ IT പ്രൊഫഷണൽസും പിന്നെ ഒരു ഡോക്ടറൊക്കെ താമസിക്കുന്നുണ്ട്. നല്ലൊരു വില്ല സൊസൈറ്റിയാണ്. അപ്പോൾ അവിടെയായിട്ട് 4 സെൻറ്റും 800 ലിങ്സും ഭൂമി വരുന്നുണ്ട്. 1730 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. കൊളോണിയൽ ഡിസൈനും കണ്ടംപററി സ്റ്റൈലും കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഫ്രണ്ടിലെ കൊളോണിയൽ ഡിസൈൻ്റെ താഴെ തന്നെയായിട്ടാണ് അതിന് ഒരു ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. പിന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി വരുന്നുണ്ട്. അത് കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കണ്ടംപററി സ്റ്റൈലിൻ്റെ താഴെ തന്നെയായിട്ട് ടെക്സ്റ്റ് വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ 4 സെൻറ്റും 800 ലിങ്സും ഭൂമി ഉള്ളതുകൊണ്ട് 2 വലിയ വണ്ടികൾ ഇടാനുള്ള സ്പേസ് നമുക്ക് മുറ്റത്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോരോ പില്ലറിലായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. നേരെ ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബിൽ തന്നെ സ്ലൈഡിങ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല ലെങ്ത്തുള്ള സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് വലിയ വണ്ടി നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരാം. വലിയ സെഡാനോ SUV ഒക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു പവർ പ്ലഗും വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ്. നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വലിയ വണ്ടി ഇടാനുള്ള സ്പേസ്. കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. വീടിന് വരുന്നത് ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വരുന്നതെല്ലാം ഗ്രാനൈറ്റിൽ തന്നെയാണ്. വലിയപ്പോഴുള്ളൊരു സിറ്റൗട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ഡോറ് ഫേസ് ചെയ്യുന്നത്. നേരെ അകത്തേക്ക് കയറുകയാണ് നമ്മൾ. സിംഗിൾ ഡോറ് തന്നെയാണ് വന്നിട്ടുള്ളത്. കട്ടില വരുന്നതെല്ലാം തേക്ക് തന്നെയാണ്. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് തന്നെയാണ് ഡോറിൻ്റെ ദർശനം വരുന്നത്. ലിവിങ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിപ്പോൾ ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ് 3 പാളി ജനൽ. ഇത് തെക്ക് ഭാഗമാണ്. അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസിൻ്റെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൻ്റെ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ ഏകദേശം ഡ്രോയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണിത്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗം തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെയും 3 പാളി ജനൽ, ഇവിടെയും 3 പാളി ജനൽ ഒരുക്കിയിട്ടുണ്ട്. ജനൽ പാളികളെല്ലാം ടീക്ക് വുഡാണ്. പിന്നെ ഇതിൻ്റെ കട്ട്ള വരുന്നതെല്ലാം ആഞ്ഞിലിയിലുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. കൗണ്ടർ ടേബിളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്. സെറയുടെ തന്നെയാണ്. ഫിറ്റിങ്സ് വരുന്നതൊക്കെ സെറ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ LED ലൈറ്റുകളും അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അപ്പം വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്. അതെല്ലാം തീർത്ത് ഭംഗിയാകുന്നതായിരിക്കും. അപ്പം ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത് സ്റ്റെയറിന് അടിയിലായിട്ടാണ്. അത് ഇങ്ങനെയാണ്. അത് കവർ ചെയ്തിട്ടില്ല. കസ്റ്റമർ ഐഡിയ അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതിനകത്ത് ബാറ്ററിയും മറ്റു യൂണിറ്റൊക്കെ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. നേരെ കിച്ചണിലേക്ക് വരാം. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഉത്തമ സ്ഥാനത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബും ഒക്കെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഈ ഭാഗം വടക്ക് ഭാഗമാണ്. 1 പാളി ജനലാണ് വന്നിട്ടുള്ളത്. യഥേഷ്ടം കബോർഡുകൾ ഇവിടെയും വന്നിട്ടുണ്ട്. ഇങ്ങനെ മൾട്ടിവുഡിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെല്ലാം. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് L ഷേപ്പിലാണ് വിരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. യഥേഷ്ടം പവർ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ പൊസിഷനിൽ തന്നെ നമുക്ക് ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വടക്കോട്ട് തുറക്കുകയാണ്. അതായത് ഡോറിൻ്റെ ദർശനം പുറത്തേക്ക് ഇറങ്ങുന്നത് വടക്ക് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇപ്പം
വടക്ക് ഭാഗത്തേക്ക് നിൽക്കുവാണ്. കുറേ കച്ചറകൾ കിടക്കുന്നുണ്ട്, അതൊക്കെ നീക്കം ചെയ്യാനുണ്ട്. പിന്നെ കിണറിൻ്റെ വർക്കും കുറച്ചും കൂടി പെൻഡിങ് ഉണ്ട്. ഇതിൽ മോട്ടർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല വെട്ടൽ പ്രദേശം ആയതുകൊണ്ട് നല്ല വെള്ളം കിട്ടുകയും ചെയ്യും. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഈ ഭാഗം വടക്ക് ഭാഗമാണെന്ന് പറഞ്ഞു. വടക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാനുള്ളൊരു സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡിലാണ്. മാസ്റ്റർ ബെഡ് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഉത്തമ സ്ഥാനത്ത് തന്നെയാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം LED ലൈറ്റുകൾ തന്നെയാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ലൊരു വിൻഡോയും കൊടുത്തിരിക്കുകയാണ്. അത് 3 പാളി ജനലാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് ഇതിൻ്റെ കബോർഡാണ്. അത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ മൾട്ടിവുഡിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരാനുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററാണ് വരാനുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ഡയവേറ്ററാണ് വന്നിട്ടുള്ളത്. സെറയുടെ ഡയവേറ്റർ കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഒരു ബാത്റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താഴെ വരുന്നത് ഒരു മാറ്റ് റഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി വരുന്നത് ഒരു ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും ഇതിന് വരുന്നുണ്ട്. നല്ല ലോക്കും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ ഇതിൻ്റെ നീളം വരുന്നത് 10 അടി, വീതി വരുന്നത് 10 അടിയാണ്, 10x10. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗം വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് ഡയവേറ്റർ വന്നിട്ടുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് ആൻഡ് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. താഴെ വന്നിരിക്കുന്നത് ഒരു മാറ്റ് റഫ് ടൈലുമാണ്. അപ്പോൾ ഒരു ബാത്റൂമിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവുകയാണ്. നേരെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കയറാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അതും സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വരുന്നത്. നേരെ നമ്മൾ മേലേക്ക് കയറുവാണ്. ആ കാണുന്ന ഭാഗം, അതായത് ഞാൻ കയറി പോകുന്ന ഭാഗം തെക്ക് ഭാഗമാണ്. അവിടെയായിട്ട് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. അപ്പർ ലിവിങ് സ്പേസ് സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡിലേക്ക് നമുക്ക് പോയിട്ട് വരാം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ്. അതായത് അപ്പർ ലിവിങ് സ്പേസിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടിയോളം നീളമുണ്ട്, 11 അടിയോളം വീതിയുമുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കബോർഡ്. 2 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് 3 പാളി ജനൽ. ആ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെയും 3 പാളി ജനൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ്, കന്നിമൂലയാണ്. നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൽ സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പും അതുപോലെ തന്നെ ഒരു ഷവർ കോക്കും റെയിൻ ഷവറും വന്നിട്ടുണ്ട്. താഴെ വന്നിരിക്കുന്ന ഒരു മാറ്റ് റഫ് ടൈല്. ഭിത്തി വന്നിരിക്കുന്നതും ഗ്ലോസി തന്നെയാണ്. അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. താഴത്തെ അതേ സ്പെക്ക് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതായത് 10x10 റൂമിൻ്റെ അളവ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് വടക്ക് ഭാഗമാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. അവിടെയും 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതും സെറ തന്നെയാണ്. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതും സെറ തന്നെയാണ്. താഴെ വന്നിരിക്കുന്നത് മാറ്റ് റഫ് ടൈല്. ഭിത്തി ഗ്ലോസിയാണ്. അതിൻ്റെ ടൈൽ പാറ്റേൺ മാത്രം മാറ്റമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നല്ല ഫൈബർ ഡോറുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പവർ പോയിന്റ്, വാട്ടർ ലൈൻ, അതുപോലെ വേസ്റ്റ് ലൈനൊക്കെ കണക്ട് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാം. അതല്ലെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയ എങ്ങനെയാണ് വരുന്നത്, അതൊന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് മേലേക്ക് കയറുന്നത്. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടി. അതെല്ലാം നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പം വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. ഇത് കവേർഡ് ആയിട്ടൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതും സ്പേസ്ഡ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ്. പിന്നെ LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ് ആണ് വരാൻ പോകുന്നത്. ടഫൻഡ് ഗ്ലാസ് ഇട്ടിട്ടില്ല.
ഒരു സ്പേസ് ഒഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓപ്പൺ ബാൽക്കണി കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഊഞ്ഞാൽ വെക്കാൻ പറ്റും. അപ്പോൾ അത് കസ്റ്റമറുടെ ഐഡിയ അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല കവേർഡ് ആയിട്ടുള്ളതും നല്ലൊരു ഓപ്പൺ ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ബാൽക്കണിയിലേക്ക് പോകാം. നേരെ ഇതിന് മൊത്തത്തിൽ 2 ബാൽക്കണി അവൈലബിൾ ആണ്. ഇത് ഒരു ഓപ്പൺ ബാൽക്കണി തന്നെയാണ്. ഇത് അഡീഷണൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ മാറ്റ് റഫ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെ ഇവിടെ വിരിച്ചിട്ടുണ്ട്. വെള്ളം വീഴുന്ന ഭാഗം ആയതുകൊണ്ട് ഒരു മാറ്റ് കൊടുത്തെന്ന് മാത്രം. ഇതിന് ഡ്രെയിൻ വാട്ടർ പോകാനുള്ള സജ്ജീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്ത് നിങ്ങളുടേതായ അഭിരുചിക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബാൽക്കണി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അത് വരുന്നത് കാക്കനാടിനോട് അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു വില്ലയുടെ അകത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ IT പ്രൊഫഷണൽസ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, നമ്മുടെ കസ്റ്റമർ 2 പേരുണ്ട്. അവരെല്ലാം ഇവിടെ ഹാപ്പിയാണ്. 4 സെൻറ്റും 800 ലിങ്സും ഭൂമിയിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വിലയാണെന്നുണ്ടെങ്കിൽ 69 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇനി ലോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 80% ലോൺ അവൈലബിൾ ആണ്. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. പേപ്പർ വർക്കുകൾ മറ്റുമൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വീടുകളുടെ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.